പണം എവിടെയെങ്കിലും നിക്ഷേപിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് എന്താണ്? തീർച്ചയായിട്ടും വലിയ റിസ്ക് ഇല്ലാത്ത പണം സുരക്ഷിതമായിരിക്കണമെന്ന ചിന്തയാണ്. പക്ഷെ ഇന്നത്തെ കാലത്ത് FD ഒരു ഐഡിയൽ സൊല്യൂഷൻ അല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. കാരണം പണപ്പെരുപ്പം അഥവാ ഇൻഫ്ലേഷൻ കൂടുന്നതനുസരിച്ച് FDകളിൽ നിന്നുള്ള യഥാർത്ഥ ലാഭം പലപ്പോഴും കുറഞ്ഞു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ പണം 100% സുരക്ഷിതമായി ഇരിക്കുകയും അതേസമയം വിപണിയിലെ പലിശ നിരക്ക് കൂടുന്നതിനനുസരിച്ച് കൂടുതൽ ലാഭം തരികയും ചെയ്യുന്ന മറ്റ് സുരക്ഷിത നിക്ഷേപ മാർഗങ്ങൾ ആളുകൾ ഇന്ന് അന്വേഷിക്കുന്നുണ്ട്. അത്തരത്തിൽ ബാങ്ക് FDകളെക്കാൾ മികച്ച പലിശ തരുന്ന കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയുള്ള ഒരു കിടിലൻ നിക്ഷേപത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതാണ് RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ. ലളിതമായി പറഞ്ഞാൽ ഭാരത സർക്കാരിന് വേണ്ടി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന ബോണ്ടുകളാണിത്. സാധാരണ ബോണ്ടുകളിൽ അല്ലെങ്കിൽ FDകളിൽ നിങ്ങൾക്ക് പണം നിക്ഷേപിക്കുമ്പോൾ 7 വർഷത്തേക്കോ 5 വർഷത്തേക്കോ പലിശ നിരക്ക് ഒരുപോലെ ആയിരിക്കും. എന്നാൽ ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകളുടെ പ്രത്യേകത അതിന്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പലിശ നിരക്ക് സ്ഥിരമല്ല എന്നതാണ്. വിപണിയിലെ പലിശ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഇതിന്റെ പലിശ നിരക്ക് മാറിക്കൊണ്ടിരിക്കും. കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ സേവിംഗ്സ് സർട്ടിഫിക്കറ്റ് അഥവാ NSC പലിശയുടെ നിരക്കുമായിട്ടാണ് ഇതിനെ ലിങ്ക് ചെയ്തിരിക്കുന്നത്. NSCക്ക് ലഭിക്കുന്ന പലിശയേക്കാൾ 0.35% അധികം പലിശ ഈ RBI ബോണ്ടുകൾക്ക് ലഭിക്കും. നിലവിൽ NSCയുടെ പലിശ 7.7%. അതുകൊണ്ട് തന്നെ ഈ ബോണ്ടുകൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് 8.05% എന്ന മികച്ച പലിശ നിരക്കാണ്. ഓരോ 6 മാസം കൂടുമ്പോഴും വിപണി സാഹചര്യം വിലയിരുത്തി ഈ പലിശ നിരക്ക് പുതുക്കിക്കൊണ്ടിരിക്കും. പലിശ നിരക്കുകൾ ഉയരുന്ന സമയത്ത് നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം ഇതിലൂടെ വർദ്ധിക്കും. ഈ ബോണ്ടിന്റെ പ്രധാന സവിശേഷതയിലേക്ക് നോക്കിയാൽ ഇതിന്റെ കാലാവധി 7 വർഷമാണ്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് 1000 രൂപ മുതൽ തന്നെ ഇതിൽ നിക്ഷേപം ആരംഭിക്കാം. പരമാവധി എത്ര രൂപ വേണമെങ്കിലും നിക്ഷേപിക്കാമെന്നതാണ് മറ്റൊരു പ്ലസ് പോയിന്റ്. ഇതിന് അപ്പർ ലിമിറ്റ് ഇല്ല. നിക്ഷേപിക്കുന്ന പണത്തിന്റെ പലിശ ഓരോ 6 മാസം കൂടുമ്പോഴും, അതായത് എല്ലാ വർഷവും ജനുവരി 1-ാം തീയതിയും ജൂലൈ 1-ാം തീയതിയും കൃത്യമായി നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഉദാഹരണത്തിന് നിങ്ങൾ 1 ലക്ഷം രൂപ ഈ ബോണ്ടിൽ നിക്ഷേപിച്ചാൽ ഇപ്പോഴത്തെ 8.05 പലിശ നിരക്ക് അനുസരിച്ച് വർഷത്തിൽ 8055 രൂപയാണ് പലിശ ലഭിക്കുന്നത്. ഇത് 6 മാസം കൂടുമ്പോൾ 4027 രൂപ വീതമായി നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ഈ ബോണ്ടുകൾ ഈടായി നൽകി ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കാൻ സാധിക്കില്ല. ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ബോണ്ടുകളിൽ നിക്ഷേപിക്കാം. മാതാപിതാക്കൾക്ക് അവരുടെ പ്രായപൂർത്തിയാകാത്ത മക്കളുടെ പേരിൽ ഗാർഡിയൻ ആയിക്കൊണ്ടും ഇത് വാങ്ങാൻ സാധിക്കും. എന്നാൽ പ്രവാസികൾക്ക് അഥവാ NRIകൾക്ക് ഈ RBI ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ടുകൾ നിക്ഷേപിക്കാൻ അനുവാദമില്ല. ഇനി ടാക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ബോണ്ടിൽ നിന്ന് ലഭിക്കുന്ന പലിശ വരുമാനത്തിന് പൂർണ്ണമായും നികുതി ബാധകമാണ്. നിങ്ങളുടെ ആകെ വാർഷിക വരുമാനം ഏത് ഇൻകം ടാക്സ് സ്ലാബിലാണോ വരുന്നത് ആ നിരക്കിൽ പലിശ തുകയ്ക്ക് നികുതി നൽകേണ്ടി വരും. കൂടാതെ ഒരു വർഷം ലഭിക്കുന്ന പലിശ 5000 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ 10% TDS കുറച്ചതിന് ശേഷമേ പലിശ അക്കൗണ്ടിലേക്ക് വരുള്ളൂ. പാൻ കാർഡ് വിവരങ്ങൾ കൃത്യമായി നൽകിയിട്ടില്ലെങ്കിൽ ഈ TDS 20% വരെ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാൻ കാർഡ് നിർബന്ധമായും സമർപ്പിക്കണം. ഈ നിക്ഷേപത്തിന്റെ ഏറ്റവും വലിയ ഗുണം 100% സുരക്ഷിതത്വമാണ്. RBI നേരിട്ട് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പണം നഷ്ടപ്പെടുമെന്ന പേടി ഒട്ടും വേണ്ട. രണ്ടാമതായി, രാജ്യം വലിയ രീതിയിൽ പണപ്പെരുപ്പത്തെ നേരിടുമ്പോൾ പലിശ നിരക്കുകൾ ഉയരും. ആ സമയത്ത് നിങ്ങളുടെ പലിശ വരുമാനവും കൂടും. എന്നാൽ ഇതിനൊരു മറുവശം കൂടിയുണ്ട്. വിപണിയിൽ പലിശ നിരക്കുകൾ പൊതുവെ കുറയുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങളുടെ ബോണ്ടിന്റെ പലിശയും കുറയാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ലിക്വിഡിറ്റിയാണ്. അതായത് പണം പെട്ടെന്ന് പിൻവലിക്കാനുള്ള ബുദ്ധിമുട്ട്. 7 വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉള്ളതുകൊണ്ട് സാധാരണക്കാർക്ക് കാലാവധിക്ക് മുൻപ് പണം പിൻവലിക്കാൻ സാധിക്കില്ല. എന്നാൽ മുതിർന്ന പൗരന്മാർക്ക് അഥവാ സീനിയർ സിറ്റിസൺസിന് ഇതിൽ ചില ഇളവുകളുണ്ട്. 60 മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് 6 വർഷത്തിന് ശേഷവും 70 മുതൽ 80 വയസ്സ് വരെ ഉള്ളവർക്ക് 5 വർഷത്തിന് ശേഷവും 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 4 വർഷത്തിന് ശേഷവും മുൻകൂട്ടി പണം പിൻവലിക്കാൻ അനുവാദമുണ്ട്. നിങ്ങൾ ഈ ബോണ്ടിൽ നിക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കുകൾ വഴിയോ തെരഞ്ഞെടുത്ത സ്വകാര്യ ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ RBIയുടെ ഔദ്യോഗിക റീറ്റെയിൽ ഡയറക്ട് പോർട്ടൽ വഴിയോ ഓൺലൈനായി വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാം. കൃത്യമായി പൂരിപ്പിച്ച അപേക്ഷാ ഫോം, ക്യാൻസൽ ചെയ്ത ചെക്ക് ലീഫ്, പാൻ കാർഡിന്റെയും ആധാർ കാർഡിന്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവയാണ് ഇതിനായി ആവശ്യമുള്ള രേഖകൾ. ചുരുക്കത്തിൽ ഓഹരി വിപണിയിലെ റിസ്കുകൾ എടുക്കാൻ താല്പര്യമില്ലാത്ത, പണം പൂർണ്ണമായും സുരക്ഷിതമായിരിക്കണമെന്ന് നിർബന്ധമുള്ള, അതേസമയം ബാങ്ക് FDകളെക്കാൾ മെച്ചപ്പെട്ട പലിശ കൃത്യമായ ഇടവേളകളിൽ അക്കൗണ്ടിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഏറ്റവും മികച്ച നിക്ഷേപ ഓപ്ഷനുകളിൽ ഒന്നാണിത്. നിങ്ങളുടെ ദീർഘകാല സാമ്പത്തിക ലക്ഷ്യങ്ങൾക്കും റിസ്ക് എടുക്കാനുള്ള ശേഷിക്കും അനുയോജ്യമാണോ എന്ന് വിലയിരുത്തി അനുയോജ്യമായ തുക ഇതിലേക്ക് മാറ്റിവെക്കാം.